ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആടി സെയിലിൽ പോകാനായിട്ടുള്ള ഓഫർ വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെറ്റീരിയൽ നമ്മളെല്ലാം സിംഗിൾ പീസുകളായിരിക്കും. ചിലത് മാത്രമൊക്കെ ആയിരിക്കും രണ്ടോ മൂന്നോ പീസുകൾ കൂടുതൽ ഉണ്ടാവുക. മെറ്റീരിയലിലോ ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എല്ലാ സെറ്റിലൊക്കെ ഒരെണ്ണമൊക്കെ ബാക്കി മാത്രം വരുന്നത് മാത്രമൊക്കെ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ പീസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമേ തന്നെ പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കാർക്കും നമ്മൾ ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. ഡിസ്പാച്ചിന് മുമ്പ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അയച്ചു തരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ആഡി സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നതാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് നമുക്കെല്ലാം ഉപയോഗിക്കാം, വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ്. നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലേക്ക് വരുന്നത്. ഇതിലേക്ക് ഇതുപോലെ ഒരു മൾട്ടി കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും അതുപോലെ സെൽഫ് ആയിട്ടുള്ള ഒരു വർക്കും അതിലേക്ക് ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുള്ള ഒരു യോക്ക് പോർഷൻ ആണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് വിട്ടും എല്ലാം അതിനും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയലിലേക്ക് തന്നെ ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുഞ്ഞു ബോർഡർ വരുന്നുണ്ട്. സ്വീക്കൻസസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ബോർഡറാണ് വരുന്നത്. രണ്ട് സൈഡിലേക്കും സ്കാലപ്പ് ഫിനിഷിംഗ് വരുന്നുണ്ട്. സ്കാറ്റഡ് ആയിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട്. സെയിം ടോണിലേക്ക് തന്നെയാണ് ബോട്ടം സാൻഡൂൺ ആണ് ഫാബ്രിക് വരുന്നത്. പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ വിചിത്ര സിൽക്കിൽ തന്നെ നല്ലൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് കളർ ഷെയ്ഡിലേക്ക് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ കോപ്പർ ജെറി വെച്ചിട്ട് അതുപോലെ തന്നെ ത്രെഡ് മൾട്ടി കളർ ത്രെഡിന്റെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത്. എന്ത് ഭംഗിയാണ് ത്രെഡും അതുപോലെ തന്നെ ആ ഒരു ജെറിയും വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും വരുന്ന എംബ്രോയിഡറി വർക്ക്. രണ്ട് സൈഡും സ്കാലപ്പ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതുപോലെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് വരുന്ന യോക്കിലേക്ക് ത്രെഡിന്റെയും അതുപോലെ ജെറിയുടെയും നല്ല തിക്കായിട്ടുള്ള സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ. ഇതിൽ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം സാൻഡൂണാണ് കൊടുത്തേക്കുന്നത്. ക്രേപ്പ് മെറ്റീരിയലിലേക്ക് ഇതുപോലെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷോള് വരുന്നത് ഷോളിലെ യോക്കിൽ വരുന്ന സെയിം വർക്ക് തന്നെ ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രണ്ട് സൈഡിലേക്കും സ്കാലപ്പും വരുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിൽ ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക്. നന്നായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നെക്ക് ലൈനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള അതിരുടെ എംബ്രോയിഡറി വർക്ക് പീച്ച് ആൻഡ് ഒരു ചിക്കു കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സാൻഡൂൺ ആണ് ഫാബ്രിക്. ഷോൾ വരുന്നത് ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് അതിലേക്ക് മിറർ വർക്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വീക്കൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്, കളറും സെയിം തന്നെയാണ്. ഇതിൽ ആ ഒരു നെക്ക് ലൈനിൽ വരുന്ന എംബ്രോയിഡറി വർക്കിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അത്രയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കൂടെ തന്നെ അങ്ങ് കാണിച്ചു പോകുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആഡി സെയിൽ നമുക്ക് ഓൺലൈനിൽ മാത്രമുള്ള ഓഫ്ലൈൻ ഇല്ലെന്ന്. അപ്പോൾ തൊടുപുഴ നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. കാരണം സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾക്ക് ബസ്സിന് ഏത് ഏരിയയിലേക്ക് എനിക്ക് തോന്നുന്നു ഒഴികെ ഇഷ്ടംപോലെ ബസ്സും സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബസ് ഇറങ്ങി ജസ്റ്റ് കയറിയാൽ മതി. വേറെ നിങ്ങൾക്ക് ഓട്ടോ പിടിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നും വരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വരാം. ഇനി പ്രൈവറ്റ് ആയിട്ട് വണ്ടിക്ക് വരുന്നവർക്ക് നമുക്ക് ബാക്ക് സൈഡിൽ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഷോപ്പിന്റെ ഫ്രണ്ട് സൈഡ് ബസ് സ്റ്റാൻഡിലായതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. പാർക്കിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട് പാറ്റേണും അവൈലബിൾ ആണ്. ഇതുപോലെ അടുത്തത് നോക്കാം. സെമി സിൽക്കിൽ തന്നെ മെറ്റീരിയൽ സെമി സിൽക്കാണ്. അതിൽ ഗോൾഡൻ കളർ ടിഷ്യൂ വീവിംഗ് കൂടെ പോകുന്നുണ്ട്. വീഡിയോ എനിക്ക് തോന്നുന്നു അത്ര ക്ലിയർ ആയിരിക്കില്ല. അത് ഒരു ഗോൾഡൻ ടിഷ്യൂ വീവിംഗും കൂടെ അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പ്രിന്റുകളാണ് വരുന്നത്. ബാറ്റി പ്രിന്റുകളെ പോലെ ഫീൽ ചെയ്യുന്ന പ്രിന്റുകളാണ് പോകുന്നത്. രണ്ട് സൈഡും സെയിം തന്നെ സെയിം പ്രിന്റുകൾ തന്നെ രണ്ട് സൈഡിലേക്ക് വരുന്നു. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് ഷോൾ വരുന്നത്. അതാ ഇങ്ങനെ. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ബേസിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് തന്നെ ഒരു ഡാർക്ക് ഗ്രേ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. സിമൻ ഗ്രേ കളർ ഷെയ്ഡാണ് വരുന്നത്. മൾട്ടി കളർ കോമ്പിനേഷൻ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഗഡ്വാൾ ഷോളാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ കളർ ഷെയ്ഡിലേക്ക് നല്ലൊരു പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് അതിലേക്ക് വൈൻ കളറിലേക്ക് പിങ്ക് വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഷുഗർ ബീഡ്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോൾ ഇതിലേക്ക് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഷോൾ വരുന്ന ഒരു പിങ്ക് കളറിലേക്ക് അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിന്റെ ഒരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. പോയിന്റഡ് എംബ്രോയിഡറി ആണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വരുന്നതും കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് ആ ഒരു പിങ്ക് കളറിൽ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കാന്ത കോട്ടൺ ഫാബ്രിക്കാണ്. ഇതുപോലെ അജ്രക് പ്രിന്റുകളാണ് അതിലേക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ടീൽ ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. രണ്ട് സൈഡ് സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ
ഷോൾ വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് തന്നെ ഷോൾ വരുന്നു ഇങ്ങനെ. നെക്സ്റ്റ് സെറ്റ് വരുന്നത് സെമി ടെസർ ആണ് കേട്ടോ. ഫാബ്രിക് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെ. ടോപ്പ് അതിന്റെ ഒരു ഡബിൾ ഷെയ്ഡിലേക്കാണ് വരുന്നത്. സിൽവർ കളറും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ അതിലേക്ക് ബ്ലെൻഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് അതിലേക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് വരുന്നത്. രണ്ട് സൈഡും സെയിം ആയിട്ട് തന്നെ വരുന്നു. ഷോളിലേക്ക് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് കളർ കോൺട്രാസ്റ്റ് ആയിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ഷോളിന്റെ ദാമൻ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഷിബോരി പ്രിന്റുകളാണ് അതിലേക്ക് വരുന്നത്. നല്ല ഭംഗിയിൽ ടാസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ. എല്ലാം ആ ഒരു സെമി ടെസർ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോട്ടത്തിലേക്കും എൻ്റെ ബോട്ടത്തിൻ്റെ എൻ്റെ ആ ഒരു ദാമനിലേക്ക് ഈ ഒരു പ്രിന്റുകൾ വരും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്തൊന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഷിമ്മർ ഫാബ്രിക് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വാഷബിൾ ആണ് മെറ്റീരിയൽ. ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. അതിലേക്ക് ഒരു ലക്നവി വർക്കിനാണ് ചെയ്തേക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് നല്ല ഇങ്ങനെ തിക്കായിട്ട് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ത്രെഡിൻ്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടും ആ ഒരു ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു വർക്ക് ഒരു ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സ്കാലപ്പും രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാർക്കെങ്കിലും ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ. സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് നീണ്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അത് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്